നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ലോകം തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ്. കാരണം യുദ്ധം ഒരു വല്ലാത്ത ഒരു അനുഭൂതി എല്ലാ രാഷ്ട്രങ്ങളിലെയും ജനങ്ങളിൽ എത്തിക്കുകയാണ്. ലോക നേതാക്കൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പിഞ്ചു കുഞ്ഞുങ്ങളെയും സാധാരണക്കാരായ മനുഷ്യരെയും മിസൈലുകൾ അയച്ച് കൊല്ലുമ്പോൾ അവരോർക്കണം, ലോക നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവരെല്ലാവരും വധിക്കപ്പെടുന്നത്. എന്തായാലും അവിടെ ഒരു നേതാവുണ്ടായിരുന്നു, ഇറാനിൽ ഒരു ആയത്തുള്ള ഖമേനി. അദ്ദേഹത്തിന്റെ വധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് സംസാരിച്ച് നോക്കാം. നിലപാടിന്റെ കരുത്ത്, പ്രതികാരത്തിന്റെ പ്രതീകം. അലി ഹുസൈൻ ഖമേനിയുടെ ചരിത്രാധ്യായത്തിന്റെ അന്ത്യം. ഇറാനിലെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖമേനി. 1989 മുതൽ അദ്ദേഹം ഈ പദവി വഹിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ മത നേതാക്കളിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 1939 ഏപ്രിൽ 19 ഇറാനിലെ മഷ്ഹറിൽ ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പരമ്പരാഗത ഇസ്ലാമിക വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം പിന്നീട് ഇസ്ലാമിക ദൈവശാസ്ത്രത്തിലും നിയമത്തിലും ഉയർന്ന പാണ്ഡിത്യം നേടി ആയത്തുള്ള എന്ന പദവി കൈവരിച്ചു. രാഷ്ട്രീയ ജീവിതം നോക്കിയാൽ ഇറാൻ വിപ്ലവം 1979 ഷാ ഭരണകൂടത്തെ താഴെയിറക്കിയ ഇറാൻ ഇസ്ലാമിക വിപ്ലവത്തിൽ മുൻഗാമിയായ ആയത്തുള്ള ഖുമൈനിക്കൊപ്പം അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. പ്രസിഡന്റ് പദവി വിപ്ലവത്തിന് ശേഷം 1981 മുതൽ 89 വരെ അദ്ദേഹം ഇറാന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. 1980കളിൽ നടന്ന ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് അദ്ദേഹത്തെ രാജ്യത്തെ നയിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ചിരുന്നു. പരമോന്നത നേതാവ് എന്ന പദവിയിൽ സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു. 1989 ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ ആയത്തുള്ള ഖുമൈനിയുടെ മരണത്തെ തുടർന്ന് ഖുമൈനി ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇറാനിലെ ഭരണഘടനാ പ്രകാരം ഏറ്റവും ഉയർന്ന അധികാരമുള്ള വ്യക്തി അദ്ദേഹമാണ്. രാജ്യത്തിന്റെ സായുധ സേന, മിലിറ്ററി, വിദേശകാര്യ തന്ത്രം, അതായത് ഫോറിൻ പോളിസി, നീതിന്യായ വ്യവസ്ഥ, മാധ്യമങ്ങൾ എന്നിവയുടെ എല്ലാം അന്തിമ നിയന്ത്രണം അദ്ദേഹത്തിന്റെ കൈകളിലാണ്. നയങ്ങളും കാഴ്ചപ്പാടുകളും ഒന്ന് നോക്കിയാൽ പാശ്ചാത്യ രാജ്യങ്ങളോട്, പ്രത്യേകിച്ച് അമേരിക്കയോടും ഇസ്രായേലിനോടും തികഞ്ഞ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന നയമാണ് അദ്ദേഹം പിന്തുടർന്നു വന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ, മിഡിൽ ഈസ്റ്റ്, മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം എന്നിവയിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളാണ് നിർണായകമാകുന്നത്. അലി ഹുസൈൻ ഖമേനി മരണപ്പെട്ടെന്ന വാർത്തകൾ ശരിയായി വന്നപ്പോൾ അത് ഒരു രാഷ്ട്രത്തിന്റെ പിതാവിന്റെ അന്ത്യം മാത്രമല്ല, ശീതയുദ്ധാനന്തര ലോകക്രമത്തെ തുറന്നുവെച്ച് ചോദ്യം ചെയ്ത അവസാന ആശയാധിഷ്ഠിത നേതൃത്വങ്ങളിൽ ഒന്നിന്റെ അവസാന ഘട്ടമായിരിക്കും. 20ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ രൂപം കണ്ട ഏകധ്രുവ ആഗോള രാഷ്ട്രീയ വ്യവസ്ഥയിൽ അമേരിക്കൻ നേതൃത്വത്തിലുള്ള ശക്തി സമവാക്യങ്ങളെ നേരിട്ട് വെല്ലുവിളിച്ച രാഷ്ട്രങ്ങളിൽ ഇറാൻ പ്രധാനമായിരുന്നു. ആ രാഷ്ട്രീയ നിലപാടിന്റെ സിദ്ധാന്തപരമായ മുഖമായിരുന്നു അന്താരാഷ്ട്ര നിയമം, രാഷ്ട്ര സ്വയംഭരണം, സാമ്പത്തിക ഉപരോധങ്ങളുടെ നിയമസാധുത, പ്രോക്സി യുദ്ധങ്ങൾ, സുരക്ഷാ രാഷ്ട്രീയത്തിന്റെ ഇരട്ട മാനദണ്ഡങ്ങൾ. ഈ എല്ലാ വിഷയങ്ങളിലുമുള്ള ആഗോള ചർച്ചകളിൽ ഇറാന്റെ നിലപാട് ഒരു പ്രതീകാത്മകമായ വാദമായി ഉയർന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. പാശ്ചാത്യ ശക്തികൾ റൂൾസ് ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അതിന്റെ
പ്രായോഗിക നടപ്പാക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രങ്ങൾക്ക് മാത്രമാണോ എന്ന ചോദ്യമാണ് ഇറാൻ ഉയർത്തിയത്. ആ രാഷ്ട്രീയ വിവാദത്തിന്റെ തുടർച്ചയായിരുന്നു ഖമേനിയുടെ നേതൃത്വ ശൈലി. അദ്ദേഹത്തെ പിന്തുണർച്ചവർക്ക് അദ്ദേഹം അധിനിവേശ രാഷ്ട്രീയത്തിനെതിരായ പ്രതിരോധത്തിന്റെ പ്രതീകം, വിമർശകർക്ക് ആശയപരമായി കടുത്ത രാഷ്ട്രതന്ത്രത്തിന്റെ പ്രതിനിധി. എന്നാൽ അന്താരാഷ്ട്ര രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൽ അദ്ദേഹത്തെ അവഗണിക്കാൻ സാധിക്കാത്ത ശക്തി കേന്ദ്രമായി. ഇറാനെ നിലനിർത്തിയതെന്ന് തർക്കാതീതമായ ഒരു തെളിവാണത്. ഒരു നിയമപരമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ വ്യക്തമായ രാഷ്ട്രങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങളും ചെറിയ രാഷ്ട്രങ്ങളുടെ സ്വയംഭരണ അവകാശങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. ചരിത്രം വ്യക്തികളെ വികാരങ്ങളായി അല്ല, അവൻ സൃഷ്ടിച്ച ശക്തി സമവാക്യങ്ങളാണ് വിലയിരുത്തുന്നത്. ആ മാനദണ്ഡത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ പരിമിത ഭൗമപരിധിയായ മറികടന്ന് ആഗോള രാഷ്ട്രീയ പ്രതിവാദങ്ങളുടെ സ്ഥിര സാന്നിധ്യമായി തുടരും. അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിക്കപ്പെട്ടതോടെ അത് ഒരു മനുഷ്യന്റെ മരണം മാത്രമല്ല, ശക്തിയുടെയും നിയമത്തിന്റെയും നീതിയുടെയും ഇടയിൽ തുടരുന്ന ആഗോള സംഘർഷത്തിന്റെ ഒരു ചരിത്ര അധ്യായത്തിന്റെ അവസാനമായി രേഖപ്പെടുത്തപ്പെടും. 86-ാം വയസ്സിലും അധികാരത്തിന്റെ സൗകര്യങ്ങൾ തിരഞ്ഞെടുത്തില്ല. അത് തന്റെ നിലപാടിന്റെ ഭാരമാണ് ചുമന്നത്. ലോകശക്തികളുടെ മുന്നിൽ മുട്ടുകുത്തൽ രാഷ്ട്രീയപരമായി സുരക്ഷിതമാകുമ്പോഴും സ്വന്തം വിശ്വാസങ്ങളിലും ദേശീയ സ്വാഭിമാനത്തിലും ഉറച്ചു നിൽക്കുക, അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. ലോകരാഷ്ട്രീയ വേദിയിൽ സമ്പത്തും സൈനിക ശക്തിയും കൈവശമുള്ള പല ഭരണാധികാരികളും തങ്ങളുടെ രാജ്യങ്ങളുടെ നിലനിൽപ്പിനായി സമവായങ്ങളും അടങ്ങിയ നിലപാടുകളും സ്വീകരിച്ചപ്പോൾ തന്റെ ആശയപരമായ പ്രതിരോധ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ടില്ലാത്ത നേതാവായി തുടരുകയായിരുന്നു അദ്ദേഹം. മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇസ്രായേൽ ശക്തി കേന്ദ്രങ്ങളെ തുറന്നുവെച്ച് വിമർശിക്കാൻ തയ്യാറായ ഒരു അപൂർവ ഭരണ നേതാക്കളിൽ ഒരാളായി അദ്ദേഹം മാറി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് തന്നെ ഒരു ആശയത്തിന്റെ പ്രതീകമായി മാറി. അനുകൂലികൾക്ക് പ്രതിരോധത്തിന്റെ ചിഹ്നം, വിമർശകർക്ക് കടുത്ത എതിരാളി. ചരിത്രത്തിൽ പലപ്പോഴും വ്യക്തികൾ അധികാരത്താൽ മഹത്തരമാകുന്നില്ല, അവർ നിലപാടുകൾ കൊണ്ട് അതേ വിവാദങ്ങളുടെയും നിലപാട് കൊണ്ട് തന്നെ വിവാദങ്ങളുടെയും ആരാധനയുടെയും കേന്ദ്രങ്ങളാകുന്നു. ഖമേനി അത്തരമൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ പിന്തുണർച്ചവർക്കായി അദ്ദേഹം ഒരു രാഷ്ട്രത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ശബ്ദമായിരുന്നു. ആത്മീയ ധൈര്യവും രാഷ്ട്രീയ ഉറച്ച നിലപാടുകളും ഒരുമിച്ച് നിൽക്കുമ്പോൾ എങ്ങനെ ഒരു നേതാവ് ഒരു ആശയമായി മാറുന്നു എന്നതിന് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ഉദാഹരണമായി തുടരും. ചിലർക്ക് രാഷ്ട്രീയം, ചിലർക്ക് പ്രതിരോധം, മറ്റു ചിലർക്ക് വിശ്വാസത്തിന്റെ പോരാട്ടം. ചരിത്രം അവസാന വിധി പറയട്ടെ. എന്നാൽ ഉറപ്പ് ഒന്ന് മാത്രം, നട്ടെല്ല് വളയ്ക്കാതെ ജീവിക്കുകയും അതേ നിലയിൽ തന്നെ ചരിത്രത്തിലേക്ക് കടക്കുകയും ചെയ്ത നേതാക്കളിൽ ഒരാളായി അദ്ദേഹം ഓർമ്മിക്കപ്പെടും. ഒന്നുകൂടി ആവർത്തിച്ച് പറയാം, സ്ഥാനം അല്ല, നിലപാടാണ് ഒരു നേതാവിനെ നിർവചിക്കുന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ പദവിയല്ല, അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാർ അത് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമസ്കാരം.